ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ ആദ്യത്തെ യൂണിറ്റാണ്. അപ്പോൾ ആദ്യത്തെ യൂണിറ്റിൽ നമ്മൾ ആദ്യത്തെ പാഠഭാഗവും അതേപോലെ രണ്ടാമത്തെ പാഠഭാഗവും നമ്മൾ ഡിസ്കസ് ചെയ്തു. മനസ്സ് നന്നാവട്ടെ എന്ന യൂണിറ്റിൽ പനിനീർ പൂവിൻ്റെയും അതേപോലെ തന്നെ താളുകൾക്കിടയിലൊരു മയിൽപീലി എന്ന പാഠകത്തിൻ്റെയും മുഴുവൻ പ്രവർത്തനങ്ങളും ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളത് കാണുക. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിലെ മൂന്നാമത്തെ പാഠമായ വാക്ക് എന്ന പാഠഭാഗം. അതൊരു കുറുങ്കഥയാണ്. അത് എഴുതിയത് ഗ്രേസിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ആശയങ്ങളൊക്കെ വിശദീകരിക്കാം. കൂടാതെ ഒരു ആനിമേഷൻ ചിത്രം തയ്യാറാക്കാനുണ്ട്, അതും നമുക്ക് ചെയ്യാം. കൂടാതെ യന്ത്രമനുഷ്യനും ചിത്രശലഭവും തമ്മിലുള്ളൊരു സംഭാഷണവും നമുക്ക് അനിമേഷൻ ചിത്രത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എഴുതാം. അതേപോലെ തന്നെ ഈ ഒരു കുറുങ്കഥയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാക്ക് എന്ന ഈ ഒരു കുറുങ്കഥയിൽ 2 കഥാപാത്രങ്ങളാണുള്ളത്. ഒരു യന്ത്രമനുഷ്യനും ഒരു ചിത്രശലഭവും. ഓക്കെ, അപ്പോൾ യന്ത്രങ്ങളുടെ ലോകത്ത് അവർക്കെല്ലാം യാന്ത്രികമാണ്. ജീവനുള്ളവയെക്കുറിച്ചൊന്നും അവയ്ക്ക് ഒന്നും അറിയില്ല. യന്ത്രത്തിൻ്റെ ഭാഷയിലെല്ലാം ഡാറ്റകളാണ്. അപ്പോൾ ജീവൻ്റെ വിലയൊന്നും ഈ യാന്ത്രിക ലോകത്ത് ഒന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ചിന്താഗതിക്ക് വന്ന മാറ്റത്തെക്കുറിച്ചാണ് ഈ വാക്ക് എന്ന കുറുങ്കഥയിലൂടെ ഗ്രേസി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. യന്ത്രമനുഷ്യൻ കൈനീട്ടി പൂവിൽ നിന്ന് ഒരു ചിത്രശലഭത്തെ നുള്ളിയെടുത്തു. കരകര ശബ്ദത്തിൽ അവൻ ചോദിച്ചു, നീ ആര്? ചിറകടിച്ച് ശലഭം വയ്ക്കി. ഞാൻ നിർദ്ദയമായി അവൻ പറഞ്ഞു, ഞാൻ നിന്നെ വിശദമായി ഒന്ന് പഠിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ നിന്നെ വിശദമായി പഠിക്കട്ടെ. അപ്പോൾ ഒരു യാന്ത്രിക ശക്തി, അതാണ് യന്ത്രമനുഷ്യൻ. അപ്പോൾ പ്രകൃതിയുടെ ലോലവും നിഷ്കളങ്കവുമായ ഒന്നിനെ അതിൻ്റെ സ്വാഭാവികത ചുറ്റുപാടിൽ നിന്ന് കരുണയില്ലാതെ പിടിച്ചെടുക്കുന്നു. അപ്പോൾ സൗന്ദര്യത്തിനെയും ജീവനത്തെയും ബഹുമാനിക്കാത്ത ഒരു കടന്നുകയറ്റമാണ്. അപ്പോൾ യാന്ത്രിക മനുഷ്യന് പ്രകൃതിയുടെ ഒരു വസ്തുതയും അറിയില്ല. അതിന് വെറും യാന്ത്രികമാണ് എല്ലാം. ഒരു ജീവൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ പോലും ഒരു യന്ത്രത്തിന് അതിൻ്റെ യാന്ത്രികമായ ശബ്ദം ഉപയോഗിക്കേണ്ടി വരുന്നു. എന്നിട്ട് നീ ആര് എന്നാണ് ചോദിക്കുന്നത്, അല്ലേ? അവയവങ്ങൾ ഓരോന്നായി മുറിച്ചെടുത്ത് അവൻ മുരണ്ടു. ചായം കോരി ഒഴിച്ച ചിറകുകൾ, വല്ലാത്ത മൃദുവായ ഒരുടൽ, വെറുതെ തിളങ്ങുന്ന 2 കണ്ണുകൾ, തേനൊട്ടുന്ന കുഴച്ചുണ്ട്, പൊടി പുരണ്ട കാലുകൾ. എന്തൊരു വൃത്തികെട്ട ജീവി! ഞങ്ങളുടെ ലോകത്തിൽ നിനക്കെന്ത് കാര്യം? അപ്പോൾ എന്തൊക്കെയാണ് പിന്നെ സംഭവിക്കുന്നത്? ചിത്രശലഭത്തിൻ്റെ ഓരോ ഭാഗങ്ങളും അതിമനോഹരമായി വർണ്ണിക്കുകയാണ്. പക്ഷേ ഈ വർണ്ണനയൊക്കെ വരുന്നത് എപ്പോഴാണ്? അതിൻ്റെ ജീവൻ നശിപ്പിച്ചതിന് ശേഷമാണ്. അപ്പോൾ യന്ത്രമനുഷ്യൻ്റെ കണ്ണിൽ ഈ സൗന്ദര്യത്തിനൊന്നും ഒരു മൂല്യമില്ല. അതിനത് വെറും ഭാഗങ്ങൾ മാത്രമാണ്. ഇവിടെ പറയുന്നുണ്ടല്ലോ, ചായം കോരി ഒഴിച്ച ചിറകുകൾ, വല്ലാത്ത മൃദുവായ ഉടൽ. ശരീരം നല്ല മൃദുവാണ്. ചിറകുകളിൽ വളരെയധികം വൈവിധ്യമായ നിറങ്ങൾ കൊണ്ട് നിറച്ചാർത്ത് വിതറിയിരിക്കുകയാണ്. അതേപോലെ തിളങ്ങുന്ന 2 കണ്ണുകളാണ്. തേനൊട്ടുന്ന കുഴച്ചുണ്ട്, പൊടിപുരണ്ട കാലുകൾ. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ എപ്പോഴാണ്? അതിൻ്റെ ജീവൻ എടുത്തതിന് ശേഷമാണ് ഈ മനോഹാരിതയൊക്കെ വരുന്നത്. അപ്പോൾ ജീവനപ്പോൾ ഉണ്ടായിരുന്ന മനോഹാരിതയും സവിശേഷതകളും അതിനെ വിശകലനം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ചിത്രശലഭത്തിൻ്റെ ശരീരഭാഗങ്ങൾ അതിമനോഹരമായി വർണ്ണിക്കുമ്പോഴും ഈ വർണ്ണന വരുന്നത് അതിൻ്റെ ജീവൻ നശിപ്പിച്ചതിന് ശേഷമാണ്. അപ്പോൾ യന്ത്രമനുഷ്യൻ്റെ കണ്ണിൽ ഈ സൗന്ദര്യത്തിനൊന്നും ഒരു മൂല്യമില്ല. അത് വെറും ഭാഗങ്ങൾ മാത്രമാണ്. ജീവനപ്പോൾ ഉള്ളപ്പോൾ ഉണ്ടായിരുന്ന മനോഹാരിതയും സവിശേഷതയും അതിനെ വിശകലനം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ തനിക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്തതും തൻ്റെ യാന്ത്രിക നിയമങ്ങൾക്ക് വഴങ്ങാത്തതുമായ ഒന്നിനെ വൃത്തികെട്ടത് എന്ന് മുദ്രകുത്തുന്ന ഒരു സമീപനമാണ് ഇവിടെ ചെയ്തത്. ഇപ്പോൾ യന്ത്രമനുഷ്യന് മനസ്സിലാവുന്നില്ല, അത് എന്തോ പൊടിപുരണ്ട കാലുകളൊക്കെയാണ്. അപ്പോൾ എന്തോ ഒരു വൃത്തി, അതിന് മനസ്സിലാവാത്തത് എന്താണ്? അത് പറയുന്നത് എന്താണ്? വൃത്തികെട്ടത് എന്ന് മുദ്രകുത്തുകയാണ്. സൗന്ദര്യം പൂർണ്ണമായും നശിപ്പിച്ചതിന് ശേഷം അതിനെ കുറ്റപ്പെടുത്തുന്ന ഒരു ക്രൂരമായ വിരോധാഭാസമാണ് ഇതിലുള്ളത്. ഇനി നമുക്ക് ഇതിനൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം. ഗ്രേസിയുടെ വാക്ക് എന്ന കുറുങ്കഥ യന്ത്രമനുഷ്യനും ചിത്രശലഭവും തമ്മിലുള്ള സംഭാഷണത്തിലൂടെ വലിയൊരു ആശയം പങ്കുവയ്ക്കുന്നു. യാന്ത്രികമായ ലോകത്തിലുള്ള യുക്തിയും ജീവൻ്റെ സൗന്ദര്യവും തമ്മിലുള്ള സംഘർഷമാണിത്. കഥയിലെ യന്ത്രമനുഷ്യർ വികാരങ്ങളില്ലാത്ത കണക്കുകൂട്ടലുകൾ മാത്രം അറിയുന്ന ലോകത്തെ പ്രതിനിധീകരിക്കുന്നു. അവൻ ഒരു പൂവിൽ നിന്ന് ചിത്രശലഭത്തെ നുള്ളിയെടുത്ത് നീ ആര് എന്ന് ചോദിക്കുന്നത് ജീവനെക്കുറിച്ച് അവനില്ലാത്ത ധാരണയെ കാണിക്കുന്നു. ഭയന്ന് വിൽക്കുന്ന ചിത്രശലഭത്തെ വിശദമായി പഠിക്കട്ടെ എന്ന് പറഞ്ഞ്
അവൻ നശിപ്പിക്കുന്നു. ചിത്രശലഭത്തിൻ്റെ ചിറകുകളുടെയും ഉടലിൻ്റെയും മനോഹരമായ വർണ്ണന നൽകിയിട്ടും അവയവങ്ങൾ മുറിച്ചെടുത്ത ശേഷം യന്ത്രമനുഷ്യൻ ചേ എന്തൊരു വൃത്തികെട്ട ജീവി എന്ന് പറയുന്നത് യാന്ത്രിക ബുദ്ധിക്ക് ജീവൻ്റെ യഥാർത്ഥ സൗന്ദര്യം മനസ്സിലാക്കാൻ കഴിയില്ല എന്നതിൻ്റെ സൂചനയാണ്. അവൻ്റെ ലോകത്ത് തനിക്ക് മനസ്സിലാകാത്തതിനും പ്രയോജനമില്ലാത്തതിനും സ്ഥാനമില്ല. ഞങ്ങളുടെ ലോകത്ത് നിനക്കെന്ത് കാര്യം എന്ന ചോദ്യം നമ്മുടെ സ്വാർത്ഥതയെയും പ്രകൃതിയോടുള്ള അവഗണനയെയും ചോദ്യം ചെയ്യുന്നു. ഈ ലോകം മനുഷ്യന് മാത്രം അവകാശപ്പെട്ടതല്ലെന്നും ഓരോ ജീവനും അതിൻ്റേതായ പ്രസക്തിയുണ്ടെന്നും കഥ ഓർമ്മിപ്പിക്കുന്നത്. ഞങ്ങളുടേത് എന്ന ചിന്ത മാറ്റി നമ്മുടേത് എന്ന വിശാലമായ കാഴ്ചപ്പാടിലേക്ക് വളരാൻ ഈ കൊച്ചുകഥ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഇനി അടുത്തത് ഒരു അനിമേഷൻ ചിത്രമാണ്. വാക്ക് എന്ന കുറുങ്കഥ വായിച്ചല്ലോ. കഥയെ അടിസ്ഥാനമാക്കി ഒരു അനിമേഷൻ ചിത്രം നിർമ്മിച്ച് നവമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുക. അപ്പോൾ അനിമേഷൻ ചിത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അനിമേഷൻ ചിത്രം എന്ന് പറയുമ്പോൾ ഒരു കഥ ജീവിപ്പിക്കുന്ന പോലെയാണ്. നമ്മൾ ഒരുപാട് അനിമേഷൻ ചിത്രങ്ങളൊക്കെ നമ്മൾ ടി വിയിൽ കാണാറുണ്ട്. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ആശയം കണ്ടെത്തണം, അതിനെ ഒരു കഥയാക്കി എഴുതണം, പിന്നീട് കഥാപാത്രങ്ങളെയും പശ്ചാത്തലങ്ങളെയും വരച്ച് രൂപകൽപ്പന ചെയ്യണം. ഇതിൻ്റെയെല്ലാം ചിത്രങ്ങൾ വെച്ച് ഒരു സ്റ്റോറി ബോർഡ് ഉണ്ടാക്കണം. ഇത് സിനിമയുടെ ബ്ലൂ പ്രിൻ്റ് പോലെയാണ്. അടുത്തത് വോയിസ് റെക്കോർഡിംഗ് ആണ്. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നു. അതിനുശേഷം പ്രധാനപ്പെട്ട അനിമേഷൻ ഘട്ടം വരുന്നു. വരച്ച ചിത്രങ്ങളെയോ 3D മോഡലുകളെ ചലിപ്പിക്കുന്നു. ഒടുവിൽ ഈ ഭാഗങ്ങളെല്ലാം ഒരുമിച്ച് ശബ്ദവും സംഗീതവും ചേർത്ത് എഡിറ്റ് ചെയ്യണം. ഇങ്ങനെയാണ് ഒരു അനിമേഷൻ ചിത്രം പൂർണ്ണമാകുന്നത്. അപ്പോൾ ഈ ഒരു അനിമേഷൻ ചിത്രത്തിന് നമുക്ക് എന്ത് വേണം? സംഭാഷണങ്ങളൊക്കെ വേണം. നമ്മൾ ആദ്യം യന്ത്രവും ചിത്രശലഭത്തിലുള്ള ചിത്രം വരയ്ക്കണം, എന്നിട്ട് നമ്മളൊരു സ്റ്റോറി ബോർഡ് ഉണ്ടാക്കണം, പിന്നീട് സംഭാഷണം ഉണ്ടാക്കണം, അത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഒരു ചെറിയൊരു സംഭാഷണമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതിയത്. യന്ത്രവും ചിത്രവും ഒരു മനോഹരമായ പൂന്തോട്ടമാണ്. ഒരു പൂവിൻ തേൻ നുകർന്ന ഒരു ചിത്രശലഭം പറന്ന് നടക്കുകയാണ്. അവിടേക്ക് ആരാണ് വരുന്നത്? യന്ത്രമനുഷ്യൻ വരികയാണ്. അവൻ ചിത്രശലഭത്തെ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ യന്ത്രമനുഷ്യൻ എന്താ ചെയ്യുന്നത്? കൈ നീട്ടി ചിത്രശലഭത്തെ പിടികൂടുന്നു. അതിൻ്റെ കൈകൾക്കിട്ട് ഒരു കരകര ശബ്ദമുണ്ട്. അപ്പോൾ ചിത്രശലഭം എന്താണ്? ചിറകടിച്ച് പിടയാണ്. ഭയം കാരണം വാക്ക് കിട്ടാതെ വിക്കിക്കൊണ്ട് ഞാൻ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ യന്ത്രമനുഷ്യൻ ദയയില്ലാണ്ട് ചോദിക്കുകയാണ്, നീ ആരാണ്? നിൻ്റെ അസ്തിത്വം എന്താണ്? എൻ്റെ ഡാറ്റാബേസിൽ നിന്നെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളുമില്ല എന്ന് പറയണം. അപ്പോൾ ചിത്രശലഭം പറയാണ്, ചിറകുകൾ കൂടുതൽ വേഗത്തിൽ വിറപ്പിച്ചുകൊണ്ട് ഞാനൊരു പൂമ്പാറ്റയാണ്, ഞാൻ പൂക്കളിൽ നിന്ന് തേൻ കുടിക്കും, പറന്നു നടക്കും. അപ്പോൾ യന്ത്രമനുഷ്യന് ഒരു ദയയില്ലാത്ത എന്ത് പ്രയോജനം? നിന്നെക്കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട്? എനിക്ക് നിന്നെ വിശദമായി പഠിക്കണം, നിൻ്റെ ഘടനാ പ്രവർത്തന രീതി. അപ്പോൾ ചിത്രശലഭം പറയാണ്, പഠിക്കാൻ എന്നെ വേദനിപ്പിക്കരുത്, എൻ്റെ ലോകം വളരെ ചെറുതാണ്, സുന്ദരമാണ്. അപ്പോൾ യന്ത്രമനുഷ്യൻ അതൊന്നും കേൾക്കാതെ ചിത്രശലഭത്തിൻ്റെ ഓരോ അവയവവും നിർദ്ദയം വേർപ്പെടുത്തുന്നു. അവൻ്റെ ഉള്ളിൽ ഒരുതരം മുരൾച്ച ഉയരുന്നു. നിൻ്റെ ചിറകുകൾക്ക് നിറം പൂശിയതുപോലെ ശരീരത്തിന് വല്ലാത്ത മൃദുലം തിളങ്ങുന്ന കണ്ണുകൾ, തേൻ കുടിക്കുക ഒരു കുഴച്ചുണ്ട്, പൊടി പുരണ്ട കാലുകൾ, മുറിച്ചു മാറ്റിയ ഭാഗങ്ങൾ നോക്കി വെറുപെട്ടെ. ചേച്ചേ എന്തൊരു വൃത്തികെട്ട ജീവി, യാതൊരു കൃത്യവുമില്ല, എൻ്റെ ലോജിക്കിന് നിന്നെ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ്. അപ്പം ചിത്രശലഭം പിന്നെ അവിടെ അനക്കല്ലാണ്ട് കിടക്കുകയാണ്. യന്ത്രമനുഷ്യൻ ചലനമറ്റ ശരീരഭാഗങ്ങൾ നോക്കി പറയാൻ, ഞങ്ങളുടെ ലോകത്ത് നിനക്ക് എന്ത് കാര്യം? ഞങ്ങൾക്ക് ആവശ്യമുള്ളത് വ്യക്തമായ വിവരങ്ങളാണ്, യുക്തിസഹമായ ഉപയോഗമാണ്. നിന്നെപ്പോലുള്ളവർക്ക് ഇവിടെ സ്ഥാനമില്ല. ഓക്കെ, ഇപ്പോൾ ഇത്രയാണ് ഈ ഒരു സംഭാഷണം. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നാണ് എന്താണ് മനസ്സിലാവുന്നത്? ഞങ്ങളുടെ ലോകത്ത് നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുമ്പോൾ സ്വാർത്ഥതയും പ്രകൃതിയോടുള്ള അവഗണനയും ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടതാണ്. ഈ ലോകം മനുഷ്യന് മാത്രം അവകാശപ്പെട്ടല്ല, ഓരോ ജീവനും അതിൻ്റേതായ പ്രസക്തി ഉണ്ടെന്ന് നമ്മളെ കഥ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ഗ്രേസിയുടെ വാക്ക് എന്ന ഒരു വളരെ ചെറിയൊരു കുറുങ്കഥയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിടികിട്ടി കാണും. അതായത് ഒരു യന്ത്രമനുഷ്യനും ചിത്രശലഭവുമാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ. അപ്പം ജീവനുള്ളവയുടെ ലോകത്തെക്കുറിച്ചോ അവരുടെ വേദനകളെക്കുറിച്ചോ ഒന്നും ആർക്ക് യന്ത്രങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അവർ ചോദിക്കുകയാണ് ലാസ്റ്റ്, നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാര്യം എന്ന ഒരു സ്വാർത്ഥതയെ ഇവിടെ ചോദ്യം ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് അടുത്ത പാഠഭാഗമായ തിങ്കളാഴ്ച നല്ല ദിവസം നമുക്ക് ചർച്ച ചെയ്യാം. അതേപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ചാപ്റ്റേഴ്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് ടെസ്റ്റ് പേപ്പറും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെയും തേർഡ് ചാപ്റ്ററിൻ്റെയും ഒരു മോഡൽ യൂണിറ്റ് ടെസ്റ്റ് പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇനിയുള്ള എക്സാമിനൊക്കെ വളരെയധികം ഉപകാരപ്രദമാകും. അതേപോലെ തന്നെ കേരള പാഠാവലി, അടിസ്ഥാന പാഠാവലി, ഹിന്ദി,
സോഷ്യൽ സയൻസ്, മാത്സ് തുടങ്ങിയ എല്ലാ പാഠഭാഗങ്ങളുടെയും വിശദമായ മലയാളം എക്സ്പ്ലനേഷൻ അടക്കം ഈ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, 8ാം ക്ലാസ്സിലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.